അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. ഗുരുതര വൃക്കരോഗിയായ രതീഷ് രണ്ടാഴ്ചയായി കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് AK ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ലതീഷ്, ഇത് എങ്ങനെയാണ് ബാധിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? കാരണം ഈ മരിച്ച വയനാട് സ്വദേശി വൃക്കരോഗിയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരങ്ങൾ? സിജു, രാവിലെയാണ് സുൽത്താൻ ബത്തേരി സ്വദേശി 45 വയസ്സുകാരനായ രതീഷിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടാഴ്ചയായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. ഗുരുതരമായ കരൾ രോഗിയായിരുന്നു. ഒപ്പം ഷുഗർ പേഷ്യൻ്റായ രതീഷിന് കിഡ്നിക്കും അസുഖം ബാധിച്ചിരുന്നു. ഈ രണ്ട് അസുഖങ്ങളും കാരണം തന്നെ ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രതീഷ് എത്തിയത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. രണ്ടുപേരാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതിലൊരാളാണ് രതീഷ്. ഇന്ന് രാവിലെയാണ് രതീഷിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. രോഗബാധ എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് പിടികൂടിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. സുൽത്താൻ ബത്തേരി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലോറിനേഷനും മറ്റു നടപടികളുമെല്ലാം ആരോഗ്യ പ്രവർത്തകർ ഇതിനകം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. 9 വയസ്സുകാരി താമരശ്ശേരി സ്വദേശി മരിച്ചു. പിന്നീട് 3 മാസം പ്രായമുള്ള കുഞ്ഞ് 2 ആഴ്ച മുമ്പാണ് മരിച്ചത്. ഒപ്പം മലപ്പുറത്തു നിന്നുള്ള 55കാരി വീട്ടമ്മയും മരിച്ചിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ മാസം 3 മരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെയാണ് രതീഷിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 11 പേർ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവരുടെ ചികിത്സയ്ക്കായി പ്രത്യേക ഡോക്ടർമാരുടെ സംഘത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 പേർ ഇതിൽ ഈ രോഗികളായ അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ച 11 പേരിൽ 2 പേർ കുട്ടികളാണ്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരാളുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാളുണ്ട്. 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിലെ 10 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 11 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ മരുന്നും മറ്റു കാര്യങ്ങളുമെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ലതീഷ് നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ഈ 11 പേർ അവിടെ ആ ജില്ലകളിൽ നിന്നുള്ളവരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച എല്ലാവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണോ ചികിത്സിക്കുന്നത്? എല്ലാവരെയും? സിജു, അല്ല. നിലവിൽ 23 പേരായിരുന്നു. 23 പേരാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഇനി 11 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മറ്റു 11 പേർ തിരുവനന്തപുരത്താണ് ചികിത്സയിൽ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പല ഗുരുതരമായ രോഗം സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലെത്തിയ ആളുകളെയും രോഗം മാറി പൂർണ്ണ സുഖപ്രദമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ കൂടി വരുന്നതിൻ്റെ ഭാഗമായി ഈ തരത്തിൽ ഇപ്പോൾ ഇന്ന് മരിച്ച രതീഷിന് ഗുരുതരമായ കരൾ രോഗമുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ കരൾ രോഗത്തിന് ചികിത്സയിലാണ്. അതിനുശേഷം ഈ ഷുഗർ ബാധിച്ച് കിഡ്നിയെയും ബാധിച്ചിരുന്നു. ആ നിലയിൽ ഗുരുതരമായ സാഹചര്യത്തിൽ കഴിയുന്ന ആളുകളാണ് കൂടുതലും മരണത്തിന് കീഴടങ്ങുന്നൊരു സാഹചര്യമുള്ളത്. ഇനി എത്ര വയസ്സുണ്ട് രതീഷേ? ഈ മരിച്ച രതീഷിന് എത്ര വയസ്സുണ്ട്? 45 വയസ്സുകാരനാണ് മരിച്ച രതീഷ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. 2 ആഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. അതിന് ശേഷം ആവശ്യമായ ചികിത്സകൾ നൽകി വരികയായിരുന്നു. എന്നാൽ ICUവിലും വെന്റിലേറ്ററിലും തന്നെ തുടരേണ്ട ഒരു സാഹചര്യത്തിലാണ് രതീഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ചികിത്സ തുടരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മരണം സ്ഥിരീകരിച്ചത്. സിജു.